ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അങ്ങനെ ഒരു നൈറ്റ് ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞിട്ട് ഒരു ഓഫ് കിട്ടിയ ദിവസം കേട്ടോ. സോ ഞാനൊന്ന് പുറത്തേക്ക് പോവാണ്. അപ്പോൾ എൻ്റെ ഒരു സോളോ ഡേറ്റ് ആണ്. ഇന്ന് ശരിക്കും നമ്മുടെ ഇന്റർനാഷണൽ നഴ്സസ് ഡേ ആണ് കേട്ടോ. സോ അന്ന് ഞാൻ എടുത്ത വീഡിയോ ആണ്. ഇപ്പോഴാണ് എനിക്ക് ഇടാനായിട്ട് ഒരു ടൈം കിട്ടിയത്. സോ എന്തായാലും എല്ലാവരും മസ്റ്റായിട്ടും ഫംഗ്ഷന് വരണമെന്നുണ്ടായിരുന്നു. ആൻഡ് ഓഫ് കോഴ്സ് അങ്ങനെ ഞാൻ പോയി. ഫംഗ്ഷനൊക്കെ പോയി ഞാനൊന്ന് അറ്റൻഡ് ചെയ്തു. അവിടെ ചെന്നപ്പോൾ ഇതുപോലത്തെ ഒരു സംഭവമൊക്കെ നമ്മുടെ കയ്യിൽ തന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ ഇരുന്നു. അവിടെ പിന്നെ കുറച്ചു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ കണ്ടു, നല്ല രസമായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. പിന്നെ എനിക്ക് വേറെ കുറച്ച് പേഴ്സണലായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. അപ്പം ഞാൻ അതൊക്കെ പോയി അതൊക്കെ ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് വേണ്ടി കുറച്ച് ടൈം ഇന്ന് സ്പെൻഡ് ചെയ്യണമെന്ന് എനിക്ക് തോന്നി. സോ ഞാനൊരു മൂവി കാണാമെന്ന് വിചാരിച്ചു. അങ്ങനെ പോകുന്ന വഴിക്ക് ഞാനൊരു അടിപൊളി ഒരു സംഭവം കണ്ടിട്ടു. ഇത് ശരിക്കും കായലാണ്. നമ്മുടെ ഈ പായലും ഇലകളൊക്കെ പിടിച്ചു കിടക്കല്ലേ, പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ദെൻ ഞാൻ നേരെ പോയത് നമ്മുടെ മൈക്കിൾ മൂവി കാണാനായിട്ടായിരുന്നു കേട്ടോ. നമ്മുടെ ലുലുല പോയ മൂവി ശരിക്കും നല്ല അടിപൊളി മൂവിയായിരുന്നു. ഓരോ സീനും കാണുമ്പോൾ ഭയങ്കര ഗൂസ് ബംബ് ആയിരുന്നു ഗൈസ്, അത്ര അടിപൊളിയായിരുന്നു. മൈക്കിൾ ജാക്സനെ പറ്റിയിട്ടൊക്കെ എന്താ പറയാ, പുള്ളിയൊക്കെ ഒരു ഭയങ്കര ലെജൻഡാണ്. അദ്ദേഹത്തിനൊക്കെ ഇഷ്ടമില്ലാത്ത ആൾക്കാർ വളരെ ചുരുക്കമായിരിക്കും. അത്രയ്ക്കും അടിപൊളിയാണ്. എൻ്റെ പൊന്നോ, എന്താ പറയാന്നറിയില്ല. എനിക്കാണെങ്കിൽ ഈ ഫസ്റ്റ് പാർട്ട് കണ്ടിട്ട് തന്നെ എനിക്ക് സെക്കൻഡ് പാർട്ട് കണ്ടോളാൻ വയ്യ, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. ഇതിനകത്ത് കുറച്ചൊക്കെ കാണിച്ചിട്ടുള്ളൂ കേട്ടോ. കുറച്ച് ലൈഫേ കാണിച്ചിട്ടുള്ളൂ. കുറച്ച് സോങ്സ് മാത്രമേ ഇതിനകത്ത് അവർ റിലീസ് ചെയ്തിട്ടുള്ളൂ. സോ എന്തായാലും അടുത്ത സെക്കൻഡ് പാർട്ട് നമുക്ക് കുറച്ചുകൂടി നന്നായിട്ട് കുറേ സോങ്സ് ഒക്കെ കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ ഇരുന്ന സീറ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല കംഫർട്ടബിൾ ആണ്. എനിക്ക് പ്രത്യേകിച്ച് താഴെ ഇങ്ങനെ ഈ കാർപ്പറ്റ് അല്ലെങ്കിൽ മാറ്റ് ഇട്ടിട്ട് ഇങ്ങനെ ഇരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അതുപോലത്തെ ഒരു സ്പേസാണ് കിട്ടി. അപ്പം എനിക്ക് നല്ല ഇഷ്ടമായി. അങ്ങനെ മൂവി കണ്ടു. അങ്ങനെ കുറച്ചു നേരം ഞാൻ അവിടെ ഇരുന്നിട്ട് പിന്നെ ഐ തോട്ട് ഇവിടെയൊക്കെ ഒന്ന് ഫുള്ളൊന്ന് ചുറ്റിക്കാണാന്ന്. സോ ഇത് നമ്മുടെ ട്രിവാൻഡ്രത്തെ ലുലുമാളാണ് കേട്ടോ. എല്ലാവർക്കും അറിയാം, വന്നിട്ടുണ്ട് മിക്ക ആൾക്കാരും ഒക്കെ. അങ്ങനെ ഞാൻ ഇതുവഴി നടന്ന് ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ ഓരോ കാഴ്ചകളൊക്കെ കണ്ടോട്ട് നടന്നപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് കേട്ടോ ഈ ഒരു ട്രീ. എസ്പെഷ്യലി അതിൻ്റെ ഐസ് ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ടായിരുന്നു. ഭയങ്കര ക്യൂട്ട് എസ്തെറ്റിക് ആയിട്ടുള്ള ഒരു അടിപൊളി ഒരു ട്രീ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നല്ല രസമുണ്ടായിരുന്നു. ദെൻ അവിടെ നിന്ന് ഞാൻ ഫെയർ സലോൺ പോയി. കാരണം എനിക്ക് കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് ടാൻ അടിച്ച് ഫേസ് ആകെ ഡള്ളായിട്ടിരിക്കുമായിരുന്നു. സോ ഞാൻ വിചാരിച്ചൊരു ക്ലീനപ്പ് ചെയ്യാന്ന്. അങ്ങനെ പെട്ടെന്ന് തന്നെ അത് ചെയ്തിറങ്ങി. എനിക്ക് ഇവിടെ വരുന്നത് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഇതിന്റെ ഔട്ട് സൈഡൊക്കെ നല്ല രസമാണ് കാണാൻ. അതുകൂടി കഴിഞ്ഞപ്പം എനിക്ക് ഭയങ്കരമായിട്ട് വിശക്കാൻ തുടങ്ങി. ഏകദേശം ഇപ്പം എനിക്ക് തോന്നുന്നു ഒരു 3 o'clock ഒക്കെ ആയി. സോ ഞാൻ വിചാരിച്ചു തൊട്ടടുത്ത് തന്നെ മെഡിക്കൽ കോളേജിൽ ഒരു നീരാളി എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. സോ അപ്പോൾ അവിടുത്തെ ഫുഡ് നല്ല അടിപൊളിയാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. സോ ഞാൻ വിചാരിച്ചു അവിടെ പോയിട്ടൊന്ന് ഒരു ഊണ് കഴിക്കാൻ. എനിക്കിപ്പം ഇടയ്ക്കിടയ്ക്ക് ബിരിയാണിയെക്കാട്ടിലും കുറച്ച് നല്ല ഊണ് ഭയങ്കരമായിട്ട് ഇഷ്ടമാകുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു നന്നായിട്ട് ഊണ് കഴിക്കാമെന്ന്. കൂടെ ഞാൻ പ്രോൺ ഫ്രൈ ആട്ടോ മേടിച്ചത്. അങ്ങനെ എനിക്ക് ഭയങ്കരമായിട്ട് ഈ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ആ സർവിങ് രീതിയൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നല്ല രസമായിരുന്നു. ഇത് ഈ തൊട്ടി പോലെ ഇരിക്കുന്ന സംഭവങ്ങളിൽ ഫുള്ള് ഉണ്ടായിരുന്ന സാമ്പാർ ഉണ്ടായിരുന്നു, അതിനകത്ത് പരിപ്പേറി പിന്നെ മോരേറി, ഇത്രയൊക്കെ ആയിരുന്നു. സോ നല്ല അടിപൊളി ഫുഡായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ബട്ട് ഞാൻ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യും. കാരണം നല്ല അടിപൊളി അത്രയ്ക്കും ടേസ്റ്റുള്ള നല്ല ഫുഡായിരുന്നു. ഞാൻ ഭയങ്കര ആസ്വദിച്ച് ഹാപ്പി ആയിട്ടാണ് ഫുഡൊക്കെ കഴിച്ചത്. നല്ലൊരു റെസ്റ്റോറൻ്റ് ആയിരുന്നു കേട്ടോ. ഇതിനകത്ത് ആംബിയൻസും ആ ലൈറ്റിംഗ് ഒക്കെ ഭയങ്കര രസമാണ്. ഭയങ്കര ലൈറ്റിംഗ് അല്ല, മിനിമലാണ്. ബട്ട് നമുക്ക് ആക്ച്വലി ഒരു വിൻറ്റേജ് വൈബൊക്കെ കിട്ടും. ഇവിടെ ഏറ്റവും രസമുള്ള ഒരു സംഭവം ഞാൻ കാണിച്ചു തരാം. ഇവിടെ ബില്ല് തരുന്നത് നമ്മുടെ മാച്ച് ബോക്സിൻ്റെ ആ ഒരു ബോക്സിനകത്താണ്. നല്ല രസമുണ്ടായിരുന്നു. അത് ഭയങ്കര രസമായിട്ട് എനിക്ക് തോന്നി. സോ ഇതാണ് എൻ്റെ ബില്ലെന്ന് പറയുന്നത്. നല്ല പ്രൈസി ആണെങ്കിലും ഫുഡ് അടിപൊളിയായതുകൊണ്ട് കുഴപ്പമില്ല. അത് കഴിഞ്ഞിട്ട് വരുന്ന വഴിക്ക് ഞാനിങ്ങനെ ഒരു പാർക്ക് ഉണ്ട് കേട്ടോ. സോ ഞാൻ വിചാരിച്ചു അവിടെ ഒന്ന് ഇറങ്ങി നോക്കാമെന്നു. അങ്ങനെ വന്നു. മൊത്തത്തിലൊരു പ്രേതാലയ ഫീലായിരുന്നു. കുറച്ചു നേരം ഞാൻ അവിടേക്ക് ഒന്ന് ചുറ്റിയടിച്ച് നിന്നു. പിന്നെ ഞാൻ നേരെ എൻ്റെ വീട്ടിലോട്ട് പോയി. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയൊക്കെ ഉള്ളൂ. See you in the next video. Bye.